Hi students, welcome back. ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ഡിസ്കസ് ചെയ്തു, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ഡിസ്കസ് ചെയ്തു, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ പിന്നെന്ത് ചെയ്തു, ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഒരു ഡൈപോളിലെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ ഇരുന്നാൽ അതിലെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഇലക്ട്രിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിന് നമ്മൾ ഡൈപോളിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്? അതിലൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ എൻഡിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഈ എൻഡിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ്, രണ്ടും കൂടി ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡൈപോളിനെ നമ്മൾ പിന്നെയും റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇതാ ഒരു ഡൈപോൾ ഇരിക്കുന്നുണ്ട്, ഒരു പ്ലസ് ക്യൂ, ഒരു മൈനസ് ക്യൂ, ഇതിൻ്റെ ലെങ്ത് 2a. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഡൈപോളിലെ ഫീൽഡ് പാരലായിട്ടുള്ള ഡൈപോൾ നമ്മളൊരു ആംഗിൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യണം. ആ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന വർക്ക് ഈ ഡൈപോളിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡൈപോളിന് വരുന്ന പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് ദി വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദി ഡൈപോൾ ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ് ആസ് പൊട്ടൻഷ്യൽ എനർജി. നമ്മളവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളവിടെ ആദ്യം നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്തോറും നമ്മൾ കൊടുക്കേണ്ട വർക്ക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് വരെ ചെയ്യാം. അത് നമ്മൾ കുറച്ച് ചെയ്താൽ മതിയെങ്കിൽ ചെറിയ ഫോഴ്സ് മതി, കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി കൊടുക്കണം. ആ രീതിയിലാണ് വരിക. അപ്പോൾ വേരിയിങ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യണം, ഇൻ്റഗ്രൽ ഫോം യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ഈ ഡൈപോളിനെ ചെറിയൊരു ആംഗിൾ ഡി തീറ്റ എന്നുള്ള ചെറിയ ഒരു ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദി വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദി ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ. dw is given by dw is equal to tau into d theta. റൊട്ടേഷൻ മോഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ മോഷന്റെ വർക്ക് ഡൺ w is equal to torque into angular displacement ആണ്. ലീനിയർ മോഷൻ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോലെ റൊട്ടേഷൻ മോഷനിൽ എന്ത് വരും? ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വരും, tau into d theta. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ത് വരും? ദി ടോട്ടൽ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദി ഡൈപോൾ ഫ്രം ആൻ ആംഗിൾ θ1 to θ2. എപ്പോഴും ഇനീഷ്യലി ചിലപ്പോൾ എന്താവണമെന്നില്ല, ഫീൽഡിന് പാരലൽ ആവണമെന്നില്ല അല്ലേ? അപ്പോൾ എത്ര ആംഗിളിലാണോ ഇരിക്കുന്നത് ഇനീഷ്യൽ ആംഗിളാണ് θ1. നമ്മൾ ഏതുവരെ റൊട്ടേറ്റ് ചെയ്തോ ആ ഫൈനൽ ആംഗിളാണ് നമ്മൾ എന്തെടുക്കുന്നത്? θ2. θ1 മുതൽ θ2 വരെ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ഡൺ. ദി ടോട്ടൽ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദി ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ ഫ്രം ആൻ ആംഗിൾ θ1 to θ2. W is equal to integral θ1 to θ2 tau d theta. എന്ത് ചെയ്താൽ മതി? ടോ ഡി തീറ്റേനെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ടോട്ടൽ വർക്ക് ഡൺ കാണാൻ. അത്രയും വർക്ക് ഡൺ ആണ് അതിൽ എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ എന്തായിരുന്നു? ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin തീറ്റ. ടോർക്കിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin തീറ്റ. P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. E എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ W is equal to integral θ1 to θ2 PE sin θ d θ. ഇതിൽ PE എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ആൻഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആർ കോൺസ്റ്റന്റ്. ബാക്കി എന്താണ്ടാവുക? ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. ലിമിറ്റ് θ1 to θ2.
അടുത്തത് എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ 2, പിന്നെ ലോവർ ലിമിറ്റ് മൈനസ് കോസ് തീറ്റ 1. രണ്ട് മൈനസ് വരുമ്പോൾ കോസ് തീറ്റ 1 എന്താവും? പ്ലസ് ആവും. അപ്പോൾ നമുക്ക് ആ ഓർഡർ ഒന്ന് തിരിച്ചെഴുതുകയാണെങ്കിൽ W ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? PE ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജി. കാരണം അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ അത്രയാണ്. ഇത്രയും വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ത് എഴുതാം? U ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഡൈപോൾ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണത്. U ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ കേസ് ചെയ്ത് നോക്കുകയാണ്. തീറ്റ 1ൻ്റെ വാല്യൂ നമ്മൾ π/2 90 ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇനീഷ്യൽ ആംഗിൾ. തീറ്റ 2ൻ്റെ വാല്യൂ നമുക്ക് തീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. അവിടുന്ന് ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഏത് ഫോമിലേക്ക് വരും? U ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് π/2 മൈനസ് കോസ് തീറ്റ. കോസ് π/2 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് അല്ലേ? കോസ് 90 0 മൈനസ് കോസ് തീറ്റ. Therefore U is equal to minus PE cos theta or U is equal to minus P dot E. ഈ ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് തീറ്റ 1 ഈസ് ഈക്വൽ ടു π/2 ആൻഡ് തീറ്റ 2 ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ അതിൽ ആ രണ്ട് റിസൾട്ടുകളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതായത് നമ്മൾ ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ, ആ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. ഒരു 5-6 പ്രോപ്പർട്ടീസ് കണ്ടക്ടേഴ്സിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരു 6 പോയിന്റുകൾ എന്താണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കി നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ് അതിൽ ഓരോന്നായിട്ട് നോക്കി വെക്കണം. അതിൽ ഫസ്റ്റ് വൺ, ഇൻസൈഡ് ദി കണ്ടക്ടർ the total electric field is 0. Inside a conductor the total electric field is 0. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്നുള്ളതാണ്? 0 ആയിരിക്കും. നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? അതിൽ ഒരുപാട് ഫ്രീ ചാർജുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഈ ഫ്രീ ചാർജുകളെല്ലാം ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഓരോ ഇൻഡിവിജ്വൽ ചാർജിനും എന്തുണ്ടായിരിക്കും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മൾ അതിൻ്റെ ഉള്ളിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായി മാറും? 0 ആയി മാറുന്ന രീതിയിലായിരിക്കും ഏത് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ ഉള്ളിലെ ചാർജുകൾ, ഫ്രീ ചാർജുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻസൈഡ് എ കണ്ടക്ടർ ദി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. And second point, the electric field is always perpendicular to the surface of the conductor. Electric field is always perpendicular to the surface of the conductor. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. Direction of electric field is always perpendicular to the surface of the conductor. അതൊരിക്കൽ ഒരു ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ? What happens if the electric field is not perpendicular to the surface of the conductor? ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, നമ്മളൊരു കണ്ടക്ടർ എടുത്തു. നമ്മൾ പറഞ്ഞ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? സർഫസിന് നോർമൽ ആയിട്ടാണ് ഏത് ആക്ട് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന എപ്പോഴും എന്താണ്? സർഫസിന് നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡുകളെല്ലാം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെയുള്ള ചാർജിന് എന്താ, ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇങ്ങോട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ നോക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ പരസ്പരമുള്ള ആ ഫോഴ്സുകളൊക്കെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അതുമൂലം ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ഫ്രീ ചാർജിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താണ്, എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക പരസ്പരം എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. അതേസമയം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ല, ഈ ഒരു ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. സർഫസിന് നോർമൽ അല്ല. എന്തായിരിക്കും സംഭവിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്കതിന് എന്ത് ചെയ്യാം, 2 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു കമ്പോണൻ്റ് എന്തായിരിക്കും, സർഫസിന് നോർമൽ ആയിരിക്കും, മറ്റത് സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും. 2 കമ്പോണൻറ്റുകൾ കിട്ടും. അപ്പോൾ ഇതേപോലെ ഈ എല്ലാ ഇലക്ട്രിക് ഫീൽഡിനെയും സോൾവ് ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റുകൾ പരസ്പരം ക്യാൻസലായി പോകും. പക്ഷേ ഏത് ക്യാൻസലായി പോവില്ല, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ക്യാൻസലായിട്ട് പോവില്ല. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു നോൺ സീറോ കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിൽ എന്തുണ്ടായിരിക്കും, ഒരു നോൺ സീറോ കമ്പോണൻറ്റ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഒരു നോൺ സീറോ കമ്പോണൻറ്റ് എക്സിസ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ചാർജ് വിൽ എക്സ്പീരിയൻസ് എ force. Charge will experience an electrostatic force. അപ്പോൾ എന്താ പറഞ്ഞത്, if E were not normal to the surface, there exists a non-zero component or a tangential component of electric field, due to which the charges will experience a force and tend to move. അതിലുള്ള ചാർജുകൾ എന്ത് ചെയ്യും, ചാർജുകൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് ചാർജ് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ അത് സംഭവിക്കുന്നില്ല. ഒരു കണ്ടക്ടറിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്തില്ല, അവിടെ ചാർജ് മൂവ് ചെയ്യുന്നില്ല. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് അവിടെ മൂവ് ചെയ്യുന്നത്. നോർമൽ കേസിൽ, സ്റ്റാറ്റിക് കേസിൽ എന്തില്ല, അവിടെ മോഷൻ ഇല്ല. അപ്പോൾ എന്താണ്, 2 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. രണ്ടാമത്തത്, ഒരു കണ്ടക്ടറിൻ്റെ സർഫസിന് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നോർമൽ ആയിരിക്കും. അടുത്തൊരു പോയിന്റ്, എനി ചാർജ് given to a conductor, any charge given to a conductor resides on the surface of the conductor, resides only on the surface of the conductor. എന്താ പറയുന്നത്, നമ്മളൊരു കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന ചാർജ്, അതായത് നമ്മളൊരു കണ്ടക്ടറിൽ ഓൾറെഡി ചാർജ് ഉണ്ട്, അതിലേക്ക് കുറച്ചുകൂടി ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ചാർജ് മുഴുവൻ എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പറയുന്നത്, ആ കണ്ടക്ടറിൻ്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അതിൻ്റെ ഉള്ളിലല്ല. എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, അതിൻ്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, electrostatic potential has a constant value throughout the volume of the conductor, throughout the volume of the conductor, and has the same value on its surface. Electrostatic potential has a constant value throughout the volume of the conductor and has the same value on its surface. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാ പറയുന്നത്, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ വാല്യൂ തന്നെയാണ് എവിടെയും ഉണ്ടാവുക, അതിൻ്റെ സർഫസിലും ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് ഏത് ഉപയോഗിച്ച് പറയാം, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ്, E is equal to minus dV by dr ആണ്. E is equal to minus dV by dr. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഏത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്, ഇൻസൈഡ് ദി കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് dV by dr എന്താവണം, 0 ആവണം. ഒരു ഡിഫറൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഒരു ഡിഫറൻഷ്യൽ എപ്പോഴാണ് 0 ആവുക, ഒരു കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുക, 0 ആയിട്ട് മാറുക. അപ്പോൾ മൈനസ് dV by dr 0 എന്ന് പറഞ്ഞാൽ V എന്താവണം, അതൊരു കോൺസ്റ്റൻ്റ് ആവണം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്ത്, V ഹാസ് എ കോൺസ്റ്റന്റ് വാല്യൂ ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് ദി സെയിം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ്. ആൻഡ് ഫിഫ്ത്ത് വൺ,
on the surface of the conductor, electric field has a value is equal to sigma by epsilon 0. ഒരു സർഫസിൻ്റെ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും പറയുന്നത് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും എന്നുള്ളതാണ്. വേർ സിഗ്മ ഈസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് സിഗ്മ ഈസ് ഈക്വൽ ടു Q by A, surface charge density. Sigma is the surface charge density and sigma is equal to Q by A. ഇത് നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഷെല്ലിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. വേർ സിഗ്മ ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് സിഗ്മ എപ്സിലോൺ 0 ഇസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമുക്ക് 5 പോയിൻ്റായി. ദെൻ ലാസ്റ്റ് വൺ, 6th വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ. ഇൻസൈഡ് എ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 അല്ലേ? ഇൻസൈഡ് എ ചാർജ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഒരു ചാർജ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇൻസൈഡ് എ കണ്ടക്റ്റിംഗ് ക്യാവിറ്റി ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഒരു കണ്ടക്റ്റിംഗ് ക്യാവിറ്റിയുടെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കണ്ടക്റ്റിംഗ് ക്യാവിറ്റിയുടെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല മിന്നലുള്ള സമയത്ത് നമ്മൾ കാറിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് സേഫ്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാറിൻ്റെ ഉള്ളിലാണ് സേഫ്. നല്ല മിന്നലുണ്ടായിട്ട് കാർ സൈഡാക്കിയിട്ട് വല്ല തെങ്ങിൻ്റെ വല്ല വലിയ മരത്തിൻ്റെ ചോട്ട് പോയി നിൽക്കുന്നതിനേക്കാൾ സേഫ് എവിടെയാണ്? കാറിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? കാറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കാറ് മെറ്റലിൻ്റെ ഒരു ഹോളോ ഷെല്ലാണ് അല്ലേ? അപ്പോൾ ചാർജ് വന്നു കഴിഞ്ഞാൽ ചാർജ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുള്ളൂ? അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ സേഫാണ്. അതേസമയം നമ്മൾ പുറത്തിറങ്ങി ഒരു മരത്തിൻ്റെ ചോട്ട് പോയി നിൽക്കണം. വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ മഴ കൊള്ളാതിരിക്കാൻ പോയി നിൽക്കുകയാണ്. മിന്നൽ വരുന്നത് ഓൾറെഡി എന്താണ്? ഒരു ഇൻസുലേറ്ററിലൂടെയാണ്, എയറിലൂടെയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ മിന്നൽ ആദ്യം കയറി പിടിക്കുക എന്തിലാണ്? അതിന് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ചാലകത്തിലേക്കാണ് കയറി പിടിക്കുക. നിങ്ങൾ കണ്ടോ, തെങ്ങൊക്കെ ആയിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? മിന്നലിൽ ഏൽക്കുന്നത്. കാരണം തെങ്ങ് എന്താണ്? മറ്റുള്ള മരങ്ങളെക്കാൾ കുറച്ച് ഉയർന്നു നിൽക്കുന്നതാണ്. കുറച്ച് ടേപ്പേഡ് ആയിട്ടുള്ള പോയിന്റുകളുള്ളതാണ്. ഷാർപ്പ് എൻഡിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അയണൈസേഷൻ നടക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് പെട്ടെന്ന് മിന്നൽ കയറി പിടിക്കുക. അപ്പോൾ നമ്മൾ വല്ല മരത്തിന് ചോട്ട് പോയി എന്താ സംഭവിക്കുക? നല്ല ഉയരത്തുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മിന്നൽ അതിലേക്ക് കയറി പിടിച്ചാൽ മരത്തിലൂടെ വരും. നമ്മളതിൻ്റെ ചോട്ടിലുണ്ടെങ്കിൽ നമ്മളെ ബോഡി കൂടി പോകും. ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ സേഫ് എപ്പോഴും എവിടെയാണ്? നമ്മൾ കാറിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ഇലക്ട്രോണിക്സിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ സർക്യൂട്ട് ബോർഡുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ചില ഭാഗങ്ങൾ ഒരു മെറ്റലിൻ്റെ കവറിൻ്റെ ഉള്ളിലായിരിക്കും. ചില ഭാഗം ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കവർ ചെയ്തിട്ടുണ്ടാവും. ഫോണിൻ്റെ പല ഇലക്ട്രോണിക് സർക്യൂട്ടുകളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫോണിൽ ധാരാളമായിട്ട് കാണാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫോണിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ മെറ്റലിൻ്റെ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും. ഈ മെറ്റലിൻ്റെ കവറിങ് എന്തിനാണ് കൊടുക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. അതായത് അതിൻ്റെ ചുറ്റുമുള്ള ചാർജുകൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ അഫക്റ്റ് ചെയ്യരുത്? അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസിനെ അഫക്റ്റ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുത്തുള്ളത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കൊടുത്തുള്ളത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഏത് കാണാൻ പറ്റും? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ അത്രയുമാണ് ഇത് പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്. നമ്മളൊരു 6 പോയിന്റ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. നമ്മളൊരു കണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന ചാർജ് മുഴുവൻ എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും? അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ത്രൂ ഔട്ട് ഇറ്റ്സ് വോളിയം പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ 5th വൺ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഓൺ ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറുടെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ലാസ്റ്റ് വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് ക്യാവിറ്റിയുടെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഇൻസൈഡ് എ ചാർജ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഓക്കെ.